വർഗീയ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ വിശദാംശങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് ഈവനിംഗ്. എന്തായാലും യൂത്ത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്താണ് അവരുടെ പരാതി, എന്താണ് ആവശ്യം? ഗുഡ് ഈവനിംഗ് ക്രിസ്റ്റീന. നിരന്തരം വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തുന്നു. പ്രത്യേകിച്ചും മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിൽ തന്നെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത്. ഇതോടൊപ്പമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകനോട് തട്ടിക്കയറുന്നു. കൂടാതെ ആ മാധ്യമപ്രവർത്തകന്റെ പേര് നോക്കി, മതം നോക്കി തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നിരന്തരം വർഗീയ പരാമർശമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതൊരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം. ഇയാൾക്കെതിരെ കേസെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സുനന്ദ് മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് സുനന്ദ് കത്ത് നൽകിയിരിക്കുന്നത്. DGPക്ക് പരാതി അയച്ചിരിക്കുന്നത് മേൽമുഖാന്തരമാണ്. അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ജാതി പറഞ്ഞ്, മതം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തി, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു കലാപാഹ്വാനത്തിനാണ്. മതത്തിന്റെയും അതുപോലെ ജാതിയുടെയും പേരിൽ വർഗീയ കലാപങ്ങൾക്ക് തിരയിടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതൊരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടി വേണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ എസ് സുനന്ദിന്റെ ഈ പരാതിയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് DGPയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന അതിന്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ ശേഖരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകും എന്ന കാര്യം കൂടി സുനന്ദ് വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി, അത്തരത്തിലൊരു ഔദ്യോഗികമായ പരാതി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ആഹ്വാനമെന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി, മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പണവും പുരസ്കാരവും നൽകുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒരു വശത്ത് യൂത്ത് കോൺഗ്രസ് ഔദ്യോഗികമായ പരാതികളുമായി മുന്നോട്ട് പോകുന്നു, മറുഭാഗത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വിമർശനം വരുന്നു. LDFന്റെ ഭാഗത്തു നിന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നു അത് ഒരു കാര്യം കൊണ്ട് ഒരാളിനെ വർഗീയവാദി എന്ന് പറയാനാവില്ല, തിരുത്തുമോ എന്ന് നോക്കട്ടെ. എന്തായാലും അത്തരത്തിൽ തിരുത്തൽ ഉണ്ടാകുമോ അല്ലയോ എന്ന കാര്യം നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.